ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൻ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ ക്യാരറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ക്യാരറ്റാണ് ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റ് ആദ്യം നമ്മൾ തൊലിയൊക്കെ ചീന്തി കളഞ്ഞ് കഴുകിയിട്ട് വേണം സ്ക്രബ് ചെയ്ത് വെക്കാൻ. ഇതിലേക്കൊരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരം, അതുപോലെ 2 തണ്ട് വേപ്പില, 3-4 വറ്റൽമുളക്. നാളികേരം കുറച്ച് അധികം ചേർക്കുകയാണെങ്കിൽ ഈ ക്യാരറ്റ് തോരൻ നന്നായിട്ട് ഒലർന്ന് കിട്ടും. ഇനി നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അതിനുശേഷം വേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വല്ലാണ്ട് മൊരിയാനൊന്നും നിൽക്കണ്ട, അത് കരിഞ്ഞു പോവും. പിന്നെ നമുക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം കേട്ടോ. നന്നായി വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. അതിന് മുമ്പായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കാത്ത കാരണം കൊണ്ട് ഇപ്പോൾ നമുക്കൊന്ന് വെതറിയിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇതിലേക്ക് വെള്ളമൊന്നും തെളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലത്തെ ഈർപ്പം തന്നെയായിട്ട് അത് വെന്ത് കിട്ടും. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഒരു ഈസി മെത്തേഡാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്തിട്ട് കൊടുക്കാം. ഈ നാളികേരം ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വഴച്ചിയെടുക്കാം. ഇപ്പോൾ ഈ ക്യാരറ്റ് തോരനൊരു വൈറ്റിൻ്റെ ഒരു ഷെയ്ഡിങ് ആണ് വന്നിട്ടുണ്ട്. നാളികേരത്തിൻ്റെ ഒരു കളർ അല്ലേ. നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല യെല്ലോ കളറായിട്ടിരിക്കും. അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഒന്ന് വഴച്ചി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഈ നാളികേരത്തിൻ്റെ പച്ചമണം വിട്ട് മാറാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കണം. അതും ജസ്റ്റ് ഒരു സെക്കൻഡുകളോളം മാത്രം മതിയാവും. അല്പം കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് വിതറിയിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഉലർന്ന് കിടക്കുന്ന ക്യാരറ്റ് തോരൻ നമുക്ക് തയ്യാറാക്കി കിട്ടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്യാരറ്റ് തോരനായിട്ട് തയ്യാറാക്കൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരും ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഈസി മെത്തേഡാണ്. വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഓക്കെ, ബൈ, സി യു.